ഓം സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ചസപ്തതിതമോധ്യായഃ. 75-ാം അധ്യായത്തിൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജസൂയ യാഗം കഴിഞ്ഞു. എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്ത് പാപമുക്തരായി ഭവിച്ചു. യുധിഷ്ഠിരൻ കോടി വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണാദികൾ കൊണ്ട് അലങ്കരിച്ചു. ഋത്വിക്കുകളെയും ബ്രാഹ്മണരെയും വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അവിടെ കൂടിയിരുന്ന സകല ആളുകൾക്കും അവർക്ക് അഭീഷ്ടപ്രദമായ സാധനങ്ങൾ നൽകി. എല്ലാവരും സന്തോഷത്തോടെ മടങ്ങി. പക്ഷെ ദുര്യോധനന് മാത്രം സന്തോഷമുണ്ടായില്ല. ഇവരുടെ ഐശ്വര്യം കണ്ട് ദുര്യോധനന് അസൂയ തോന്നി. മയൻ നിർമ്മിച്ച ആ സഭാമണ്ഡപം, അതിൽ ശത്രുക്കൾക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാകും. അപ്പോൾ സഭാമണ്ഡപം ഒന്ന് കാണാൻ വേണ്ടി ദുര്യോധനൻ അതിൽ കയറി. അപ്പോൾ നിലത്ത് ചെന്നപ്പോൾ അത് ജലമാണെന്ന് തോന്നി. മുണ്ടിന്റെ അറ്റമൊക്കെ പൊക്കിപ്പിടിച്ചു. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ സ്ഥലം ആണെന്ന് വിചാരിച്ച് നടന്ന സ്ഥലം ജലമായിരുന്നു. അപ്പോൾ അത് സ്ഥലമാണെന്ന് വിചാരിച്ച് നടന്നപ്പോൾ ആ ജലത്തിൽ വന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ ഭീമനും അതുപോലെ ദ്രൗപദി എല്ലാം ചിരിച്ചു. കൃഷ്ണൻ കണ്ണുകൊണ്ട് ആംഗ്യവും കാണിച്ചു. ദുര്യോധനൻ ലജ്ജിതനായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. സസ്നുസ്തത്ര തതഃ സർവേ വർണ്ണാശ്രമയുതാ നരാഃ മഹാപാതക്യപി യഥാ സദ്യോ മുച്യേത കിൽബിഷാത്. സസ്നുഹു തത്ര തതഃ സർവേ വർണ്ണാശ്രമയുതാഃ. വർണ്ണാശ്രമങ്ങളോടുകൂടിയ സർവേ നരാഹ, എല്ലാ മനുഷ്യരും. അവിടെ കൂടിയിരുന്ന വർണ്ണാശ്രമാദി സഹിതരായ സകല ജനങ്ങളും തത്ര അവിടെ സസ്നുഹു സ്നാനം ചെയ്തു. എല്ലാ ആൾക്കാരും ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. യഥ ഏതുകൊണ്ട് മഹാപാതകി അഭി, മഹാപാതകമുള്ളവനും സദ്യ ഉടനെ കിൽബിഷാദ് പാപത്തിൽ നിന്ന് തതഹ മുച്യതേ, അതുകൊണ്ട് മോചിക്കപ്പെടും. ആ ഗംഗാനദിയിൽ കുളിച്ചപ്പോൾ എല്ലാവരുടെ പാപവും, അതായത് രാജസൂയ യാഗം ചെയ്തിട്ട് കുളിച്ചതാണ്. അപ്പോൾ എല്ലാവരുടെ എല്ലാ പാപവും പോയി, പാപമുക്തരായി ഭവിച്ചു. സസ്നുസ്തത്ര തഥാ സർവേ വർണ്ണാശ്രമയുതാ നരാഃ മഹാപാതക്യഭിയത സദ്യോ മുച്യേത കിൽബിഷാം. ശ്ലോകം 22. അത രാജാഹതേ ഷൗമേ പരിധായ സ്വലംകൃതഃ ഋത്വിക് സദസ്യ വിപ്രാദീൻ ആനർച്ച ആഭരണാംബരൈഃ. അഥ രാജ അഹദേ, അഥ അനന്തരം രാജാവായ യുധിഷ്ഠിരൻ അഹദേ എന്ന് വെച്ചാൽ അലക്കാത്ത കോടി വസ്ത്രം ഷൗമേ 2 വസ്ത്രങ്ങളെ പരിധായ ധരിച്ചിട്ട്, അതായത് താഴെ എടുക്കുന്നതും മുകളിലത്തതും തരിയോ ഇട്ട് 2 വസ്ത്രങ്ങൾ ധരിച്ച് സ്വലംകൃതം നന്നായി അലങ്കരിച്ച് ഋത്വിക് സദസ്യ വിപ്രാതി, ഋത്വിക്കുകൾ, സദസ്യർ, ബ്രാഹ്മണർ മുതലായവർക്കൊക്കെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇവ കൊണ്ട് ആനർച്ചു പൂജിച്ചു. യുധിഷ്ഠിരൻ അപവൃത സ്നാനം കഴിഞ്ഞിട്ട് കോടി വസ്ത്രങ്ങൾ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട്, അതുപോലെ ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും എല്ലാം വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കൊടുത്ത് അവരെ സൽക്കരിച്ചു. അത രാജാഹതേ ഷൗമേ പരിധായ സ്വലംകൃതഃ ഋത്വിക് സദസ്യ വിപ്രാദീൻ ആനർച്ചാഭരണാംബരൈഃ.
ശ്ലോകം 23. ബന്ധുജ്ഞാതി നൃപാൻ മിത്ര സുഹൃതോ അന്യാം ച സർവശ അഭീഷ്ണം പൂജയാമാസ നാരായണ പരോ നൃപഃ. ബന്ധുജ്ഞാതി നൃപാൻ, ബന്ധുക്കളും സംബന്ധക്കാരും രാജാക്കന്മാരെയും മിത്ര സൗഹൃദം, മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും അന്യാൻ സർവശ, മറ്റുള്ള എല്ലാ പേരെയും നാരായണപര വിഷ്ണുഭക്തനായ നൃപ രാജാവ് അഭീഷ്ണം ഏറ്റവും പൂജയാമാസം പൂജിച്ചു. എല്ലാ പേരെയും അവർക്ക് ആവശ്യമായ അഭീഷ്ട വസ്തുക്കളെയൊക്കെ കൊടുത്ത് എല്ലാ പേരെയും അദ്ദേഹം സൽക്കരിച്ചു. ബന്ധുജാതി നൃപാൻ മിത്ര സുഹൃതോ അന്യാം ച സർവശ അഭീഷ്ണം പൂജയാമാസ നാരായണ പരോ നൃപ. ശ്ലോകം 24. സർവേ ജനാസുരരുജോ മണികുണ്ടലഷ ഉഷ്ണീഷ കഞ്ചുക ദുഗൂല മാഹാർഘ്യഹാര നാര്യശ്ച കുണ്ടലയുഗളാളക വൃന്ദജുഷ്ട ഭക്തശ്രിയ കനകമേഖലയാ വിരേജു. സർവേ ജന സുരരുജോ മണികുണ്ടലശ്രക്. സുരരുജ, ദേവന്മാരെ പോലെ ശോഭയുള്ളവരായ സർവേ ജനകൾ, എല്ലാ ആളുകളും, എല്ലാവരും നല്ലോണം അലങ്കരിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചപ്പോൾ ദേവന്മാരെ പോലെ ശോഭയുള്ളവരായി. മണികുണ്ടല ശ്രക് ഉഷ്ണീഷ കഞ്ചുക ദുഗൂല മാഹാർഘ്യഹാര. മണികുണ്ടലം രത്നകുണ്ടലം, ഷഗ് മാല, ഉഷ്ണീഷ തലക്കെട്ട്, കഞ്ചുക കുപ്പായം, ദുഗൂലം പട്ടുവസ്ത്രം, മഹാ അർഘ്യഹാര വളരെ വിലപിടിച്ച മുത്തുപാല എന്നീ അലങ്കാരങ്ങളോട് കൂടിയവരായിട്ടും, നാര്യഹാച്ച സ്ത്രീകളും, കുണ്ടലയുഗള അളകവൃന്ദ ജുഷ്ടഭക്തശ്രിയ കാതിലിടുന്ന ആഭരണങ്ങളെ കൊണ്ടും കുറുനിരകളെ കൊണ്ടുമുള്ള മുഖശ്രീകളോട് കൂടിയവരായിട്ടും, കനകമേഖലയ സ്വർണകാഞ്ചികൾ കൊണ്ടും വിരയിച്ചു ശോഭിച്ചു. അപ്പൊ എല്ലാവരും നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും ഒക്കെ ധരിച്ച്, സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണൊക്കെ ധരിച്ച് ഏറ്റവും നല്ലവണ്ണം ശോഭിച്ചു. അവർ ദേവന്മാരെ പോലെ ശോഭയുള്ളവരായി. സർവേ ജനാസുരരിജോ മണികുണ്ടലശ്ര ഉഷ്ണീഷ കഞ്ചുക ദുഗൂല മഹാർഘ്യഹാര നാര്യശ്ച കുണ്ടല യുഗളാളക വൃന്ദജുഷ്ട ഭക്തശ്രിയ കനകമേഖലയാ വിരേജു. ശ്ലോകം 25. അഥ ഇർത്തിജോ മഹാശാല സദസ്യ ബ്രഹ്മവാദിനക ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്ര രാജാനോ യേ സമാഗതാഹ. 26-ാമത്തതും കൂടെ. ദേവർഷി പിതൃഭൂതാനി ലോകപാല സഹാനുഗാഹ പൂജിതാസ്തം അനുജ്ഞാപ്യ സ്വധാമാനി യയുർനൃപ. 25. അഥർ ഇർത്തിജഹ, അതനന്തരം ഇർത്തിജഹ മഹാശാലാഹ മഹാകുലീനന്മാരായ ഇർത്തിക്കുകളും ബ്രഹ്മവാദിന സദസ്യ ബ്രഹ്മവാദികളായ സദസ്സിലുള്ളവരും ബ്രഹ്മക്ഷത്രിയ ശൂദ്ര ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇവരും ഏ സമാഗതാഹ വന്നിരിക്കുന്ന രാജാക്കന്മാരും. അടുത്ത 26-ാമത്തെ. ദേവർഷി പിതൃഭൂതാനി ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഭൂതങ്ങൾ ഇവരും ലോകപാല സഹാനുക ലോകപാല അകമ്പടിക്കാരോടുകൂടിയ ദിക്പാലകന്മാരും പൂജിക്കപ്പെട്ടവരായിട്ട് തം അവനെ അനുജ്ഞാപിച്ചിട്ട് സ്വധാമാനി സ്വസ്ഥാനങ്ങളെ നൃപാഹേ രാജാവേ യയു യാനം ചെയ്തു. അപ്പൊ യാഗം ചെയ്യാൻ വന്നിരുന്ന എല്ലാ ഇർത്തിക്കുകളും, വേദം ഉച്ചരിക്കുന്ന സഭ്യന്മാർ, ബ്രാഹ്മണാദി 4 വർഗങ്ങളിലുള്ള സകല ജനങ്ങളും, ക്ഷണിച്ചു വരുത്തിയ എല്ലാ രാജാക്കന്മാരും, ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഭൂതഗണങ്ങൾ, ദിക്പാലകന്മാർ, അവരുടെ കൂടെ വന്നവർ, ഇവരെല്ലാം യുധിഷ്ഠിര രാജാവിനാൽ ചെയ്യപ്പെട്ട സാദര സത്കാരം സ്വീകരിച്ചു. അവർ സന്തുഷ്ടരായി യാത്ര പറഞ്ഞ് അവരവരുടെ സ്ഥാനത്തേക്ക് അവർ പോയി. ശ്ലോകം 25-26 ഒന്നുകൂടെ വായിക്കാം. അഥ ഇർദിജോ മഹാശാല സദസ്യ ബ്രഹ്മവാദിനഃ ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്ര രാജാനോ യേ സമാഗതാഃ ദേവർഷി പിതൃഭൂതാനി ലോകപാല സഹാനുഗാഃ പൂജിതാസ്തമനുജ്ഞാപ്യ സ്വധാമാനി യയുർനൃപ.
ശ്ലോകം 27. ഹരിദാസസ്യ രാജർഷേ രാജസൂയ മഹോദയം നൈവാതൃപ്യൻ പ്രശംസന്ത പിബന്മർത്യോ അമൃതം യഥാ. ഹരിദാസസ്യ രാജർഷേ രാജസൂയ മഹോദയം. ഹരിദാസസ്യ രാജർഷേ, ഹരിയുടെ ദാസനായ രാജർഷിയുടെ രാജസൂയ മഹോദയം, രാജസൂയ മഹോദയത്തെ, അതായത് ഹരിഭക്തനായ യുധിഷ്ഠിരന്റെ രാജസൂയ മഹോത്സവത്തെ പ്രശംസിക്കുന്നവരായി അമൃതത്തെ പിബൻ പാനം ചെയ്യുന്ന മർത്യഹായത, മർത്യൻ എന്ന പോലെ ന അതൃപ്തൻ ഏവ, തൃപ്തരായില്ല. മനുഷ്യർക്ക് അമൃതം കുടിക്കാൻ കിട്ടിയാൽ അവർക്ക് തൃപ്തി വരികയില്ല. അതുപോലെയാണ് ഇവിടെ ഈ യുധിഷ്ഠിരന്റെ ഭാഗ്യാതിശയത്തെക്കുറിച്ച് എത്ര തന്നെ പ്രശംസിച്ചിട്ട് രാജാക്കന്മാർക്ക് തൃപ്തി വന്നില്ല. ഹരിദാസസ്യ രാജർഷേ രാജസൂയ മഹോദയം നൈവാതൃപ്യൻ പ്രശംസന്ത പിബൻ മർത്യോ അമൃതം യഥാ. ശ്ലോകം 28. തതോ യുധിഷ്ഠിരോ രാജ സുഹൃത് സംബന്ധി ബാന്ധവാൻ പ്രേംണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗ കാതരഃ. തതഃ യുധിഷ്ഠിരഃ രാജ, തതഃ അനന്തരം രാജാവായ യുധിഷ്ഠിരൻ സുഹൃത് സംബന്ധി ബാന്ധവാൻ, സുഹൃത്തുക്കൾ, സംബന്ധികൾ, ബന്ധുക്കൾ ഇവരെയും കൃഷ്ണനെയും ത്യാഗകാതര വിട്ടയക്കാൻ മനസ്സില്ലാത്തവനായി പ്രേമം കൊണ്ട് നിവാസയാമാസ അവിടെ കുറെ ദിവസം കൂടി താമസിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞു പോയപ്പോൾ പ്രിയമിത്രങ്ങൾ, സംബന്ധികൾ, ബന്ധുക്കൾ, കൃഷ്ണൻ എന്നിവർ പുറപ്പെട്ടപ്പോൾ അവരെ പിരിയുന്നതിനുള്ള ദുഃഖനിമിത്തം യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? അവരോട് അപേക്ഷിച്ചു കുറച്ച് ദിവസം കൂടെ താമസിക്കണമെന്ന്. അങ്ങനെ അവർ കുറെ ദിവസവും കൂടെ അവിടെ താമസിച്ചു. തതോ യുധിഷ്ഠിരോ രാജ സുഹൃത് സംബന്ധി ബാന്ധവാൻ പ്രേംണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതരഃ. ശ്ലോകം 29. ഭഗവാനപി തത്രാംഗ നിവാസി തത്പ്രിയങ്കരഃ പ്രസ്ഥാപ്യ യദുവീരാം ച സാമ്പാദീശ്ച കുശസ്ഥലീം. ഭഗവാൻ അപി തത്ര അംഗ നിവാസി തത്പ്രിയങ്കര. അംഗ ഹേ പൂജ്യ, തത്പ്രിയങ്കരഃ അവന്റെ ഇഷ്ടം ചെയ്യുന്നവനായ ഭഗവാൻ അപി ഭഗവാനും സാമ്പാദീൻ ച സാമ്പൻ മുതലായവരെയും യദുവീരാൻ യദുശ്രേഷ്ഠന്മാരെയും കുശസ്ഥലി ദ്വാരകയിലേക്ക് പ്രസ്താവ്യ അയച്ചിട്ട് തത്ര അവിടെ നവാസി താമസിച്ചു. അപ്പോ യുധിഷ്ഠിരൻ നിർബന്ധിച്ചപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? സാമ്പൻ മുതലായ പുത്രന്മാരെയും യദുവീരന്മാരായ മറ്റുള്ളവരെയും ദ്വാരകയ്ക്ക് അയച്ചിട്ട് കൃഷ്ണൻ കുറെ നാളുകൂടി അവിടെ താമസിച്ചു, ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. ഭഗവാനപി തത്രാംഗ നവാസി തത്പ്രിയങ്കരഃ പ്രസ്ഥാപ്യ യദുവീരാംശ്ച സാമ്പാദീൻ ച കുശസ്ഥലീം. ശ്ലോകം 30. ഇതം രാജാ ധർമ്മസൂതോ മനോരഥ മഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസി ഗതജ്വരഃ. ഇത്തം ഇപ്രകാരം രാജാ ധർമ്മസുതഃ ധർമ്മപുത്രനായ രാജാവ് സുദുസ്തരം കടക്കാൻ പ്രയാസമുള്ള മനോരഥ മഹാർണവം ആഗ്രഹമാകുന്ന ആ വലിയ സമുദ്രത്തെ കൃഷ്ണൻ നിമിത്തം സമുത്തീര്യ സുഖമായി കടന്നിട്ട് ഗതജ്വരഃ മനോവിചാരം ഇല്ലാത്തവനായി ആസീത് ഭവിച്ചു. അപ്പൊ ഈ രാജസൂയം എന്ന ആഗ്രഹം മഹാസമുദ്രം കടക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ പ്രയാസമില്ലാതെ രാജസൂയാഗം നല്ലവണ്ണം മംഗളകരമായി നടത്താൻ യുധിഷ്ഠിരന് സാധിച്ചു. അത് കൃഷ്ണന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് സാധിക്കുകയില്ലായിരുന്നു. ഇതം രാജാ ധർമ്മസുതോ മനോരഥ മഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീത് ഗതജ്വര. ശ്ലോകം 31. ഏകദാന്തപുരേ തസ്യ വീക്ഷ്യ ദുര്യോധനശ്രിയം അതപ്യത് രാജസൂയസ്യ മഹത്വം ചാച്യുതാത്മനഃ. അച്യുതനിൽ മനസ്സോടുകൂടിയ തസ്യ അവന്റെ അന്തപുരത്തിലുള്ള ശ്രിയം ഐശ്വര്യത്തെയും
രാജസൂയത്തിന്റെ മഹിത്വം മഹിമയും വീക്ഷ്യ കണ്ടിട്ട് ഏകത ഒരിക്കൽ ദുര്യോധനൻ അതപ്യ ദുഃഖിച്ചു. അപ്പൊ ഒരു ദിവസം ദുര്യോധനൻ ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന യുധിഷ്ഠിരന്റെ അന്തഃപുരത്തിലുള്ള ഐശ്വര്യാദികളൊക്കെ കണ്ട് രാജസൂയത്തിന്റെ മഹാത്മ്യത്തെയൊക്കെ കുറിച്ച് ആലോചിച്ച് വളരെ ദുഃഖിച്ചു. നജാസൂയ ഏകതാന്തപുരേ തസ്യ വീക്ഷദുര്യോധനശ്രിയം അതപ്യത് രാജസൂയസ്യ മഹിത്യം ചാച്യുതാത്മനഃ. ശ്ലോകം 32. യസ്മിൻ നരേന്ദ്ര ദിതിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മീർ നാനാഭിഭാന്തി കില വിശ്വസൃജോപക്ലുപ്താഃ താപീപദീൻ ദ്രുപദരാജസുതോപതസ്തേ യസ്യാം വിഷക്തഹൃദയ കുരുരാട് അതപ്യത്. യസ്മിൻ നരേന്ദ്ര ദിതിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മി. യസ്മിൻ യാതൊന്നിൽ നരേന്ദ്ര ചക്രവർത്തിയുടെയും ദിതിജേന്ദ്ര അസുര രാജാവിന്റെയും സുരേന്ദ്ര ദേവേന്ദ്രന്റെയും ലക്ഷ്മികൾ വിശ്വസൃജ മയനാൽ ഉപക്ലിപ്ത നിബന്ധിക്കപ്പെട്ടതായിട്ട്, അതായത് ഈ ദുര്യോധന അസൂയ ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ സഭാമണ്ഡപം കണ്ടാണ്. ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭംഗി അത് നിർമ്മിച്ചതാരാണ്? വിശ്വകർമാവ്. പിന്നെ മയൻ എന്ന അസുരനാൽ നിർമ്മിക്കപ്പെട്ട ഈ രാജധാനി. അപ്പൊ ഭൂലോക ചക്രവർത്തിയുടെയും ഒരു അസുരാധിപന്റെയും സുരാധിപതിയായ ദേവേന്ദ്രന്റെയും രാജധാനിക്ക് വേണ്ടുന്നത് എല്ലാം ഉള്ള ഒരു സഭാമണ്ഡപം ഉണ്ടാക്കിയതാരാണ്? അസുരശില്പിയാണ് മയൻ. അപ്പൊ ഇതിന്റെ ഐശ്വര്യ സമൃദ്ധിയോടുകൂടിയ ഇത് കണ്ടപ്പോൾ ദുര്യോധനന് ഭയങ്കര ദുഃഖമായി. വിശ്വസൃജ മയനാൽ ഉപക്ലിപ്ത നിബന്ധിക്കപ്പെട്ടവയായി നാനാ ബഹുവിധം വിഭാന്തികില ശോഭിക്കുന്നുണ്ടല്ലോ. അപ്പൊ മയന്റെ അസുരശില്പിയാണ് മയന്റെ കരവിരുത് മുഴുവനും ആ സഭാമണ്ഡലത്തിൽ ഉണ്ട്. ബഹുവിധം വിഭാതിക്കില ശോഭിക്കുന്നു. താപികി അവയോട് ഉപലക്ഷിതമായ ദ്രുപദ രാജസുത ദ്രൗപദി പതീൻ ഭർത്താക്കന്മാരെ ഉപതസ്ഥെ സേവിച്ചു. അപ്പൊ ദ്രൗപദി ഭർത്താക്കന്മാരെ യഥാകാലം യഥായോഗ്യം സേവിച്ചുകൊണ്ടുമിരുന്നു. യസ്യാം യാതൊന്നിൽ വിഷക്ത ഹൃദയ വിശേഷണ ശക്തമായ ഹൃദയത്തോടുകൂടിയ കുരുരാട് ദുര്യോധനൻ അതപ്യ ദുഃഖിച്ചു. അപ്പൊ ഈ മാതിരി രാജധാനി ഐശ്വര്യസമൃദ്ധമായ രാജധാനി, അതിന്റെ ഐശ്വര്യം പദവി ഭാഗ്യ അതിശയം ഇതൊക്കെ ആർക്കാണ് ഉണ്ടാവേണ്ടത്? തനിക്കാണല്ലോ ഉണ്ടാകേണ്ടത്. അങ്ങനെ യുധിഷ്ഠിരന് ഇപ്പോൾ അത് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ദുര്യോധന് ദുഃഖമുണ്ടായത്. അല്ലെങ്കിൽ ഇതാണ് അസൂയയുടെ കാരണം. അപ്പൊ ഇത് സൂക്ഷ്മ ശരീരത്തെ തിന്നറുക്കുന്ന അർബുദമെന്ന രോഗമാണ്. അസൂയ എന്ന് പറയുന്നത് ഒരു അർബുദ രോഗം പോലെയാണ്. അതിങ്ങനെ അർബുദം പെട്ടെന്ന് വ്യാപിക്കൂലേ, അതുപോലെ തന്നെ അസൂയയും വ്യാപിച്ചുകൊണ്ടിരുന്നു ദുര്യോധനന്റെ. തസ്മിൻ നരേന്ദ്ര ദിജിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മീർ നാനാഭിപാന്തികില വിശ്വസൃജോപക്ലുപ്താഃ താപിപ്പതീൻ ദ്രുപദരാജസുതോപതസ്തേ തസ്യാം വിഷക്ത ഹൃദയ കുരുരാട് അതപ്യത്. ഇവിടെ കുരുരാട് എന്ന് പറഞ്ഞാൽ ദുര്യോധനാണ്. ദുര്യോധനൻ ഇതൊക്കെ കണ്ട് ദുഃഖിച്ചു, അസൂയപ്പെട്ടു. ശ്ലോകം 33. യസ്മിൻ സദാ മധുപതേർ മഹിഷീ സഹസ്രം ഷോണീഭരേണ ശനകൈ കൊണത് അംഘ്രിശോഭം മത്യേസു ചാരു കുജകുങ്കുമ ഷോണകാരം ശ്രീമന്മുഖം പ്രചലകുണ്ടല കുന്തളാഠ്യം. യസ്മിൻ തഥാ മധുപതേ ഹേ മഹിഷീ സഹസ്രം ശ്രോണീഭരേണ ശനകൈഹി കൊണത് അംഘ്രിശോഭം. തഥാ അപ്പോൾ യസ്മിൻ യാതൊന്നിൽ ശ്രോണീഭരേണ കടി പശ്ചാത് ഭാരത്താൽ, അതായത് പൃഷ്ഠഭാഗത്തിന്റെ ഭാരത്താൽ ശനൈ മന്ദം ബന്ധം കൊണതംഘ്രിശോഭം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പാദങ്ങളുടെ ശോഭയോട്
അതായത് ദുര്യോധനെ ദുഃഖിപ്പിക്കാൻ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ബഹുരൂപം ധരിച്ച് അന്തപുരത്തിൽ നോക്കിയ ദിക്കിലെല്ലാം കാണപ്പെട്ടു. നോക്കിയപ്പോൾ എല്ലായിടത്തും ലക്ഷ്മി ദേവിയാണ് കണ്ടത്. അപ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ ശോഭയാണ് പറയുന്നത്. കടിഭാഗം, അതായത് സുന്ദരികളുടെ പ്രത്യേകതയാണ് കടിഭാഗം അല്പവണ്ണം കൂടി പതുക്കെ പതുക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പാദങ്ങളുടെ ചിലങ്കയൊക്കെ ശബ്ദിച്ചുകൊണ്ട് മധ്യത്തിൽ സുചാരു അതിമനോഹരവും കുജകുങ്കുമ ശോണഹാരം, കുജങ്ങളിലുള്ള കുങ്കുമങ്ങളാൽ അരുണ നിറമായ ഹാരത്തോടു കൂടിയതും പ്രജല കുണ്ടല കുന്തളാഠ്യം, ഇളകിക്കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങളോടും തലമുടിയോടു കൂടിയതും ക്ഷീമന്മുഖം, ക്ഷീമത്തായ മുഖത്തോടു കൂടിയതുമായ മധുപതിയുടെ മഹിഷീ സഹസ്രം, ഭാര്യാസഹസ്രം അശോഭത ശോഭിച്ചു. അപ്പോ കടിപ്പച്ച ഭാഗം അസാമാന്യമായി തടിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ ഗമനം തന്നെ മന്ദമായിരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ഭാര്യമാര്, അതായത് ലക്ഷ്മി ദേവി എല്ലായിടത്തും കാണുന്ന പോലെ തോന്നി. അപ്പൊ കൃഷ്ണന്റെ ഭാര്യമാരായ രുക്മിണി മുതലായവരൊക്കെയാണ്. അവരൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നല്ലോ. അവരുടെ അസാമാന്യ ദേഹകാന്തി, വിലാസവിശേഷം കാണുന്നവർക്ക് തോന്നും ഇത് സാക്ഷാൽ ലക്ഷ്മി തന്നെയാണെന്ന് തോന്നും. പതുക്കെ അവര് ചിലമ്പൊക്കെ കിലുക്കി പതുക്കെ മന്ദം നടക്കുന്നു. അവരുടെ മധ്യഭാഗം തന്നെ കൃശമായിരിക്കുന്നതിനാൽ ഏറ്റവും മനോഹരമായിരിക്കുന്നു. ആ മൃദുലങ്ങളായ കുജങ്ങൾ, അതിൽ ധരിച്ചിരിക്കുന്ന കുങ്കുമങ്ങൾ പറ്റി മാലകള് അരുണ നിറമുണ്ട്. അത് കുജാലങ്കാരമായി ശോഭിക്കുന്നു. രത്നങ്ങൾ പതിച്ച കർണാഭരണം കൊണ്ടും തലമുടി കൊണ്ടും അവരുടെ മുഖം വിശേഷകാന്തി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃഷ്ണഭാര്യമാരുടെ സംഘം ഈ രാജധാനിയിൽ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരും സാക്ഷാൽ ലക്ഷ്മി തുല്യമായിരുന്നു. ഈ ലക്ഷ്മി സംഘം ദുര്യോധന താപത്തിന് പ്രത്യേക കാരണമായി. അപ്പൊ ഇവിടെ എല്ലായിടത്തും ലക്ഷ്മി ദേവി കളിയാടുകയാണ്. അപ്പൊ അതിന്റെ ഐശ്വര്യം വേണമെങ്കിൽ ലക്ഷ്മി ദേവിയാണല്ലോ. അപ്പൊ ലക്ഷ്മി ദേവി എല്ലായിടത്തും കളിയാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദുര്യോധന് സങ്കടമുണ്ടാകാൻ കാരണം. യസ്മിൻ തഥാ മധുപതേർ മഹിഷീ സഹസ്രം ഷോണീപരേണ ശനകൈ കൊണതംഘ്രിശോഭം മധ്യേ സുചാരുകുജ കുങ്കുമ ഷോണകാരം ശ്രീമന്മുഖം പ്രജല കുണ്ടല കുന്തളാഢ്യം. ശ്ലോകം 34-35. സഭായാമയ ക്ലിപ്തായാം കോപിധർമ്മസുധോധിരാൻ വൃതോനുജൈർബന്ധുഭീശ്ച കൃഷ്ണേനാഭി സ്വചക്ഷുഷ ആസീനകാഞ്ചനേ സാക്ഷാത് ആസനേ മഖവാനിവ പാരമേഷ്ട്യശ്രിയാ ജുഷ്ട സ്തൂയമാനശ്ച ബന്ധിഭിഃ. സഭായാം മയക്ലിപ്തായാം ക്വാപി ഒരിക്കൽ മയക്ലിപ്തായ മയനാൽ നിർമ്മിക്കപ്പെട്ട സഭായാം സഭയിൽ അനുജൈഹി സഹോദരന്മാരാലും ബന്ധുക്കളാലും സ്വചക്ഷുസ സ്വന്തം കണ്ണിന് തുല്യനായിരിക്കുന്ന കൃഷ്ണനാലും വൃത ചുറ്റപ്പെട്ട് പാരമേഷ്ട്യശ്രിയ ചക്രവർത്തിയുടെ ഐശ്വര്യത്താൽ ജുഷ്ട സേവിക്കപ്പെട്ടും ബന്ദികളാൽ സ്തൂയമാന സ്തുതിക്കപ്പെട്ടും സാക്ഷാൽ മഖവാനുവ സാക്ഷാൽ ഇന്ദ്രനെ പോലെ കാഞ്ചനെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആസനെ സിംഹാസനത്തിൽ ആസീന ഇരിക്കുന്നവനുമായ അധിരാജനായ ചക്രവർത്തിയായ ധർമ്മപുത്ര വിളങ്ങി. അപ്പൊ മയൻ നിർമ്മിച്ച ആ സഭ, അതില് അനുജന്മാര് കൃഷ്ണന്മാര് എല്ലാവരുമുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ട് ചുറ്റപ്പെട്ട് ആ സിംഹാസനത്തിൽ അങ്ങനെ വന്ദികളാൽ സ്തുതിക്കപ്പെട്ട് ദേവേന്ദ്രനെ പോലെ യുധിഷ്ഠിരൻ വിളങ്ങി. സഭായാമയ ക്ലിപ്തായ കോപിത് ധർമ്മസുതോധിരാൻ മൃദോ അനുജൈർബന്ധുഭീശ്ച കൃഷ്ണേന അഭിസ്വചക്ഷഷ ആസീനകാഞ്ചനേ സാക്ഷാത് ആസനേ മഖവാനിവ പാരമേഷ്ട്യശ്രിയാ ജുഷ്ട സ്തൂയമാനശ്ച ബന്ധുഭിഃ. ശ്ലോകം 36. തത്ര ദുര്യോധനോ മാനീ പരീതോ ഭ്രാതൃഭൃന്ന്വാ
കിരീടമാലീന വിശദ് അസിഹസ്ത ക്ഷിപൻരുഷ തത്ര ദുര്യോധനഃ മാനി അഹങ്കാരിയും കിരീടമാലി കിരീടം മാല ഇവയോട് കൂടിയവനും അസിഹസ്ത കയ്യിൽ വാൾ പിടിച്ചവനും പ്രാതൃഭി അനുജന്മാരാൽ പരീത ചുറ്റപ്പെട്ടവനുമായ ദുര്യോധനൻ തത്ര അവിടെ രോഷം കൊണ്ട് ക്ഷിപൻ അധിക്ഷേപിക്കുന്നവനായി രാജാവെ നവിശത് പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ ധർമ്മപുത്രർ സഭയിൽ ഇരിക്കുമ്പോഴുണ്ട് ദുര്യോധനൻ എന്തിനു ചെയ്തു? അഹങ്കാരത്തോടുകൂടി ഒരു വാളും ഒക്കെ കൈ പിടിച്ച് തന്റെ അനുജന്മാരോടുകൂടി ഈ സഭയിലൊന്ന് പ്രവേശിച്ചു. വിശേഷമായ മുത്തുമാല, ശ്രേഷ്ഠമായ കിരീടം ഇവയെല്ലാം ധരിച്ച് പരാക്രമം കാണിക്കാൻ കയ്യിൽ വാളൊക്കെ പിടിച്ച് തനിക്ക് ധാരാളം സഹോദരൻ 100 എണ്ണം ഉണ്ടല്ലോ. അപ്പം മാതുലന്മാരെന്ന് കാണിക്കാൻ ദുശാസനന്, ശകുനി മുതലായവർ ഒരുമിച്ച് കൂട്ടി ദ്വാരപാലകന്മാരെയും മറ്റും ദേഷ്യത്താൽ ശകാരിച്ചുകൊണ്ട് മഹാസഭയിൽ പ്രവേശിച്ചു. തത്ര ദുര്യോധനോ മാനി പരീതോ പ്രാതൃനൃപ കിരീടമാലി നവിശത് അസിഹസ്ത ക്ഷിപൻരുഷ. ശ്ലോകം 37. സ്ഥലേ അഭ്യ ഗൃഹാത് വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ പതത് ജലേച്ച സ്ഥലവത് ഭ്രാന്ത്യ മയമായ വിമോഹിത. അപ്പോൾ മയൻ നിർമ്മിച്ച ഈ സഭാമണ്ഡപം എന്ന് പറഞ്ഞാൽ സ്ഥലജല വിഭ്രാന്തിയുണ്ട്. ശത്രുക്കൾ വന്ന് നോക്കിയാൽ മറ്റുള്ളവർക്ക് നേരെ തന്നെ തോന്നും. ശത്രുക്കളായവർ അതിനകത്ത് കയറിയാൽ സ്ഥലം ജലമായിട്ട് തോന്നും. എന്നാൽ ജലം കിടക്കുന്നതോ അത് സ്ഥലമായിട്ട് തോന്നും. അങ്ങനെ സ്ഥലത്തിൽ ജലം മത്വ ജലമെന്ന് വിചാരിച്ച് വസ്ത്രത്തിന്റെ അറ്റത്തെ സ്ഥലത്തിൽ അഭ്യഗൃഹ അടക്കി പിടിച്ചു. അപ്പൊ സ്ഥലം വന്നപ്പോ ദുര്യോധനന് അവിടെ ജലമായിട്ട് തോന്നി. ദുര്യോധനൻ എന്ത് ചെയ്തു? ആ മുണ്ടിനെ ഒന്ന് മടക്കി കുത്തി. ജലത്തിന്റെ അടുത്ത് വന്നപ്പോഴോ അത് സ്ഥലം ഒന്ന് തോന്നി. സ്ഥലം എന്ന പോലെ മയമായ വിമോഹിത, മയന്റെ മായയാൽ മോഹിക്കപ്പെട്ട് ഭ്രാന്തി കൊണ്ട് പതിക്കുകയും ചെയ്തു. അപ്പോൾ ജലത്തിൽ ചെന്നപ്പോഴാ സ്ഥലം എന്ന് പറഞ്ഞു നടന്നപ്പോൾ അത് ജലമായി. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ അങ്ങ് വീണുപോയി. അപ്പോൾ ധർമ്മപുത്രന്റെ ശത്രുക്കൾ ഈ സഭയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഭ്രാന്തി ഉണ്ടാവുകയുള്ളൂ. അതാണ് ആ മയന്റെ കരവിരുതെന്ന് പറഞ്ഞത്. സ്ഥലേ അഭ്യഗൃഹാത് വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ പതത് ജലേച്ച സ്ഥലവത് ഭ്രാന്ത്യ മയമായ വിമോഹിത. ശ്ലോകം 38. ജഹാസഭീമസ്തം ദൃഷ്ട്വാ സ്ത്രീയോ നൃപതയോപരേ നിവാര്യമാണാപ്യംഗ രാജ്ഞാ കൃഷ്ണാനുമോദിതാഹ. അംഗഹേ പൂജ്യ ഭീമഹ ഭീമനും സ്ത്രീകളും അവരേ നൃപതയ മറ്റു രാജാക്കന്മാരും രാജ്ഞാ യുധിഷ്ഠിരനാൽ നിവാര്യമാണാഭി തടഞ്ഞുവെങ്കിലും കൃഷ്ണാനുമോദിത കൃഷ്ണനാൽ അനുമോദിക്കപ്പെട്ടവരായി അവനെ ദൃഷ്ട കണ്ടിട്ട് ജഹാസ ചിരിച്ചു. അപ്പൊ ദുര്യോധനൻ ഇങ്ങനെ വീണപ്പോ രാജാക്കന്മാരും ദ്രൗപദിയും രാജ്ഞിമാരും എല്ലാവരും ഭീമനും എല്ലാവരും ചിരിക്കും. ദുര്യോധനൻ കൈ കാണിച്ച് ചിരിക്കരുതെന്ന്, പക്ഷെ കൃഷ്ണൻ കണ്ണ് കാണിച്ചു കൊടുത്ത് ചിരിക്കാൻ. അപ്പൊ അവരെന്ത് ചെയ്തു? എല്ലാവരും ദുര്യോധനെ ആക്ഷേപിച്ച് ചിരിച്ചു. ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രീയോ നൃപതയോപരേ നിവാര്യമാണാപ്യംഗ രാജ്ഞാ കൃഷ്ണാനുമോദിതാഹ. ശ്ലോകം 39. സവ്രീഡിതോ അവാഗ്വദനോരുഷാജ്വലൻ നിഷ്ക്രമ്യ തുഷ്ടീം പ്രയോജയ ഗജാഹ്വയം ഹാഹേതി ശബ്ദസ്സു മഹാനഭൂത് സദാ അജാതശത്രുവിവനായിവാഭവത്. സഹ വ്രീഡിത അവൻ ലജ്ജിതനായി, ദുര്യോധനന് ലജ്ജയായി. അവാഗ്വദന മുഖമൊക്കെ താഴ്ത്തി, രുഷ ദേഷ്യത്താൽ, ജ്വലൻ ജ്വലിക്കുന്നവനായി, തുഷ്ണി മൗനമായിട്ട്, നിഷ്ക്രമ്യ പുറത്തേക്ക് പോയി, ഗജാഹോയം ഹസ്തവിനപുരത്തെ പ്രയാണം ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ലജ്ജിതനായ ദുര്യോധനൻ എന്ത് തലയും കുനിച്ച് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സദാം സത്തുക്കളുടെ ഹാഹാ ഇതി ശബ്ദ, ഹാഹാ എന്ന ശബ്ദം സുമഹാൻ അത്യുജ്ജമായി ഭവിച്ചു. അജാതശത്രു യുധിഷ്ഠിരൻ വിമനസായവ മനോമൗഢ്യമുള്ളവനെ പോലെ ഭവിച്ചു. അപ്പൊ ധർമ്മപുത്രർക്ക് അല്പം ദുഃഖമുണ്ടായി. അപ്പൊ മുഖത്തിന് തെളിമയില്ലാതെ ധർമ്മപുത്രരുന്നു, ബാക്കി എല്ലാവരും ചിരിച്ചു. സവ്രീഡിതോ വാഗ്വതനോരുഷാജ്വലൻ നിഷ്ക്രമ്യ തുഷ്ണീം പ്രയയോജ ഗജാഹ്വയം
കാഹേതി ശബ്ദസു മഹാനഭൂത്സദാ അജാതശത്രുവിമനായിവാഭവത് ബഹൂവതുഷ്ണീൻ ഭഗവാൻ ഭവോപരം സമുജ്ജുഹീർഷു പ്രമതിസ്മ യദൃശ യാതൊരുവന്റെ ദൃഷ്ടിയാൽ പ്രമതിസ്മ ദുര്യോധനൻ ഭ്രമിച്ചുവോ ഭഗവാൻ ആ കൃഷ്ണൻ ഭുവിന്റെ ഭാരത്തെ സമുജ്ജുഹീർഷു നശിപ്പിക്കാനായിക്കൊണ്ട് തുഷ്ണി മിണ്ടാതെ ഇരുന്നു. അപ്പൊ ഭൂമിയുടെ ഭാരം തീർക്കണമല്ലോ. അതായത് ഇത് മഹാഭാരത യുദ്ധത്തിന് ഒരു വിത്ത് ഇട്ട് കൊടുത്തതാണ്. കൃഷ്ണൻ ഒന്ന് കണ്ണ് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോ ദുര്യോധനന് ദേഷ്യം കൂടി. അതാണ് ഇവിടെ ബഭൂവതുഷ്ണീം ഭഗവാൻ ഭുവോഭരം സമുജ്ജുഹീർഷു പ്രമതിസ്മ യദൃശ. കൃഷ്ണൻ എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. കണ്ണും കാണിച്ചിട്ട് മിണ്ടാതെ ഇരുന്നു. ശ്ലോകം 40. യത്തേഭിഹിതം രാജൻ യത് പൃഷ്ടോഹമിഹത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാഹൃദു. ഏതത്തെ അഭിഹിതം രാജാവേ മഹാകൃതോ മഹായാഗമായ രാജസൂയത്തിൽ സുയോധനസ്യ ദുര്യോധനന്റെ സുയോധനം എന്ന് വെച്ചാൽ ആയോധനത്തിൽ സമർത്ഥനായ ദുര്യോധനന്റെ ദൗരാത്മ്യം യാതൊരു ദുരാത്മത ത്വയ അങ്ങയാൽ ഇഹ ഇപ്പോൾ അഹം ഞാൻ പൃഷ്ടഃ ചോദിക്കപ്പെട്ടവനായോ ഇത് തേ അങ്ങേക്കായിക്കൊണ്ട് അഭിഹിതം പറയപ്പെട്ടു. അപ്പോൾ ശുകൻ പറയുകയാണ്, അല്ലെ പരീക്ഷത്തെ രാജസൂയത്തിൽ എല്ലാ പേർക്കും സന്തോഷമായി, ദുര്യോധനന് മാത്രം സന്തോഷമുണ്ടായില്ല. അതിന്റെ കാരണം അങ്ങ് ചോദിച്ചതിന് ഉത്തരം ഞാനിതാ പറഞ്ഞു തന്നു എന്ന് പറയുകയാണ്. ഏതത്തെ അഭിഹിതം രാജൻ യത് പൃഷ്ടോഹമിഹത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാകൃതോ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ദുര്യോധന മാനഭംഗോ നാമ പഞ്ചസപ്തതിതമോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.